നമസ്കാരം. തിയേറ്ററിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഒരു തെലുഗു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. മലയാളം ഡബ്ബ് കൂടെ ലഭ്യമാണ്. ഞാൻ മലയാളമാണ് കണ്ടതും ഡീസൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റാം ജഗദീഷ് സംവിധാനം ചെയ്ത കോട്ട്, സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി, പ്രിയദർശി പുലിക്കൊണ്ട, ഹർഷ് റോഷൻ, ശ്രീദേവി, ശിവജി തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കേസാണ് ഈ സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയായി ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന നിലയിൽ തന്നെയാണ് സിനിമ മുന്നേറുന്നത്. സംസാരിക്കുന്ന വിഷയം റെലവൻ്റ് ആണ്. ഈ കേസിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതും അതിൽ സത്യം എന്തായിരിക്കാം എന്നതിലൊരു പ്രഡിക്റ്റബിലിറ്റി നിലനിൽക്കുന്ന സമയത്തും കഥ പറഞ്ഞ രീതി, അതിലൂടെ പറയുന്ന കാര്യങ്ങൾ, നല്ല പ്രകടനങ്ങൾ എന്നിവ കൊണ്ട് ഇഷ്ടപ്പെട്ട സിനിമയായി മാറുന്നുണ്ട് കോട്ട്, സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി. ചന്ദ്രശേഖർ യുവാവാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വാദങ്ങൾ കഴിഞ്ഞ് ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി ദിവസം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ചന്ദ്രശേഖർ നിരപരാധിയാണ് എന്ന് കുടുംബവും സുഹൃത്തുക്കളും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കേസ് ജയിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. ആ ഒരു ഘട്ടത്തിലാണ് മോഹൻ റാവു എന്ന വക്കീലിനെ കുറിച്ച് ഇവർ കുടുംബക്കാർ കേൾക്കുന്നതും അവിടെ എത്തുന്നതും. മോഹൻ റാവുവിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സൂര്യതേജ എന്ന ജൂനിയർ വക്കീലിനെയും ഈ സമയത്താണ് നമ്മൾ പ്രേക്ഷകർ പരിചയപ്പെടുന്നത്. കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവരുടെ ഒരു ആർക്കിൽ ചില പ്രഡിക്റ്റബിൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ഇമോഷണലി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതിനാൽ ആസ്വാദനത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി അനുഭവപ്പെട്ടിട്ടേ ഇല്ല. കേസ് വാദമൊക്കെയായി ബന്ധപ്പെട്ട ഒട്ടനവധി സിനിമകൾ വിവിധ ഭാഷകളായി ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ട്രാക്കിലൂടെ തന്നെയാണ് കോട്ട്, സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്ന ചിത്രവും സഞ്ചരിക്കുന്നത്. പ്രകടനത്തിൽ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി പ്രേക്ഷകനെ സിനിമയുമായി ചേർത്ത് നിർത്തുന്നതിൽ പ്രകടനങ്ങൾ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് സൂര്യതേജ എന്ന വക്കീലായിരുന്ന പ്രിയദർശി പുലിക്കൊണ്ടയാണ്. സിനിമയെ ഒരു ഘട്ടം മുതൽ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രമാണ്. അയാളുടെ ഒബ്സർവേഷൻസ്, നിഗമനങ്ങൾ, ചിലപ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ എന്നതിലൊക്കെ ആ ഇമോഷൻസ് മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖറായെത്തുന്ന ഹർഷ് റോഷൻ പ്രത്യേകിച്ചും ഈ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ ലൈവായി തന്നെ കൊണ്ടുപോയി. അതിനൊപ്പം തന്നെ ജാബിലി എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന ശ്രീദേവി, രണ്ടുപേരുടെയും കോംബോയും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവ് തന്നെയാണ്. മംഗപതിയായെത്തുന്ന ശിവജി മികച്ച പ്രകടനം തന്നെയായിരുന്നു. അത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസിലേക്ക് കൊണ്ടുവരാൻ പ്രകടനത്തിലൂടെ സാധിച്ചിട്ടുമുണ്ട്. മോഹൻ റാവു ആയെത്തുന്ന സായികുമാർ പ്രാധാന്യമുള്ളൊരു വേഷമാണ് എങ്കിലും വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും സിനിമയിലില്ല. ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ തൻ്റെ ജൂനിയറായ സൂര്യതേജയോട് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ തന്നെ മികച്ച മൊമെന്റുകളിൽ ഒന്നായാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ടെക്നിക്കൽ സൈഡിലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. റെലവൻ്റ് ആയ ഒരു വിഷയം തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്നത് ചോരാതെ അതേസമയം ഈ വിഷയത്തെ പരിഗണിക്കുന്ന സമയത്തുണ്ടാകുന്ന ആശങ്കകളെയും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ കണ്ട കോർട്ട് റൂം ഡ്രാമകളുടെ ഒരു പാത പിന്തുടരുന്ന സിനിമ തന്നെയാണിത്. നായകന്റെ ആർക്ക് വരെ കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോഴും ഈ വിഷയത്തിന്റെ ഡയമെൻഷൻസ് പലതും ചേർത്ത് വയ്ക്കാൻ സാധിച്ചു എന്നിടത്ത് മറ്റ് പ്രശ്നങ്ങളെ, ചെറിയ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാമെന്നാണ് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടത്. ഒറ്റയിരിപ്പിന് തന്നെ കണ്ടു തീർത്ത സിനിമ ആ ഒരു ഒഴുക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ട്. ഓവറോൾ ഗംഭീര സിനിമ എന്നല്ല, നല്ലൊരു സിനിമ എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.